ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് വീഡിയോയിൽ ചെയ്തതിൽ ഒരുപാട് വോയിസിൻ്റെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വോയിസ് കട്ടായി പോയതാണ്. അത് മൈക്കായതുകൊണ്ട് നമുക്ക് കട്ടായി പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മുന്നിലേക്ക് പറയുന്നത്. അതായത് റോയൽ എൻഫീൽഡ് BS4 വരുന്ന ബാക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയും ഡിസ്ക് ബ്രേക്ക് ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടി ഏത് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ഹൈ റേഞ്ച് മേഖലയൊക്കെ ഉള്ള ആളുകളാണ്, അല്ലാതെ കുന്നും മലകളൊക്കെ കയറി ഓടിക്കേണ്ട വണ്ടികളാണ് ഒരിക്കലും ബാക്ക് ഡിസ്ക് ബ്രേക്ക് വണ്ടി ഉപയോഗിക്കരുത്. ബാക്ക് ഡ്രം ബ്രേക്ക് മാത്രം ഉപയോഗിക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ ബാക്കിൽ കാല് വെച്ച് ഗിയർ ഡൗൺ ചെയ്യാതെയാണ് വണ്ടി വലിയ കയറ്റങ്ങളൊക്കെ ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായും പിന്നെ യാതൊരു സംശയവും എൻ്റെ ബാക്കിലെ ബ്രേക്ക് ഒഴിഞ്ഞു പോകും, ഡിസ്ക് ബ്രേക്ക് ഒഴിഞ്ഞു പോകും. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈ ഹീറ്റ് കൊണ്ടാണ്. അതായത് ഡിസ്കിൻ്റെ പ്ലേറ്റ് റോട്ടർ ചൂടാവും, അതിൻ്റെ പിന്നെ ബ്രേക്ക് പാഡ് ചൂടാവും, അതുമാതിരി തന്നെ പിസ്റ്റൺ ചൂടാവും, അതേമാതിരി ബ്രേക്ക് ഫ്ലൂയിഡ് ബോയിലാകാൻ തുടങ്ങും. അതുള്ള ജസ്റ്റ് ഒരു പിസ്റ്റൺ വാൽവ് MC കിറ്റ് റിലീസാവും. ചെറിയ റബ്ബറാണ് വരുന്നത്. ആ MC കിറ്റ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മൂത്താവും. ആ സ്മൂത്തായിട്ട് ആ സാധനം റിലീസായി പോകും. അപ്പോൾ ഉടനെ തന്നെ തണുത്ത് കഴിഞ്ഞാൽ വണ്ടി നോർമലായിട്ട് വർക്ക് ചെയ്യും. അത് വീണ്ടും അങ്ങനെ തന്നെ ആവും. അതായത് ഹൈ റേഞ്ച് മേഖലയിൽ ഉപയോഗിക്കുന്ന ആളുകൾ മാക്സിമം നിങ്ങൾ ബാക്കിൽ ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികൾ ഒഴിവാക്കുക, ഡ്രം ബ്രേക്കുള്ള വണ്ടികൾ മാത്രം സെലക്ട് ചെയ്യുക. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ യാതൊരു സംശയമില്ല, വെറുതെ പറയുന്നതല്ല. ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് എന്ന് ഒരിക്കലും ഹൈ റേഞ്ച് മേഖല ഉപയോഗിക്കരുത്, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും. ഇനി അഥവാ വണ്ടി ഉള്ളവർ ഉപയോഗിക്കുന്ന ആളുകൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് മാത്രം വണ്ടി ഇറക്കുക. പിന്നെ ഫസ്റ്റ് ഗിയറിൽ മാത്രം എഞ്ചിൻ ബ്രേക്കിംഗ് നല്ലോണം കൊടുക്കുക. എഞ്ചിൻ ബ്രേക്കിംഗ് കൊടുത്തിട്ട് വണ്ടി ഇറക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ബ്രേക്ക് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഫുള്ളായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഫ്രണ്ട് പിടിക്കുകയും ബാക്ക് ചവിട്ടി പിടിക്കുക, രണ്ട് ബ്രേക്ക് ഒന്നിച്ചു പോകും. വളരെയധികം ഹൈ റിസ്ക് ആണ് അത്. ബ്രേക്ക് ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും ചില സമയങ്ങളിൽ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.